പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ കോഴിക്കൂട് കണ്ട ഇതിൽ ഒരു 10-22 കോഴി കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വലിപ്പായി അപ്പോൾ ഏകദേശം ഈ വലിപ്പായി കേട്ടാ. ഇതിലുണ്ട് ഒരു 10-22 ഉണ്ട് കേട്ടാ. അപ്പോൾ ഇവറ്റെല്ലാം അഴിച്ചിടുന്നില്ലേ, അത് അഴിച്ചിടാത്ത ടൈപ്പ് കോഴിക്കൂടുണ്ട്. നമുക്ക് വേറെ കോഴിക്കൂടുണ്ടായിരുന്നു, അത് കളഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കീരികളുടെ കൂട്ടായ ആക്രമണം മൂലം കീരികൾ മാന്തി കോഴി ഇവരുടെ കൂട്ടിട്ട് വളർത്താൻ നഖം കൊക്ക് ഭയങ്കര സ്ട്രോങ് അവരാ. മണ്ണിലേക്ക് കിടന്ന് നടക്കണില്ലേ, മണ്ണിൽ കിടക്കുമ്പോൾ തേഞ്ഞ് ഞങ്ങൾ പോവും. അപ്പോൾ ഇവരെ ഒരു സംരക്ഷിത വലയത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചടി ഭാഷ പറയുന്നില്ല, ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. അതായത് നമുക്ക് വീട്ടിൽ അത്യാവശ്യം സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പകൽ മുഴുവൻ മറ്റുള്ള അഴിച്ചിടേണ്ട വിധത്തിലുള്ള ഒരു സംഗതി. 10-15 രൂപ ചിലവുണ്ട്, എന്നാലും നമുക്ക് അത് സ്ഥിരമായിട്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് ലാഭമായിരിക്കും. ഈ പട്ടികളും പിന്നെ കീരികളൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ലാഭമായിരിക്കും. അപ്പം ഞാൻ ചെയ്യാൻ പോണ പണി നോക്കുക. ഇടുക ഇവരെ പുറത്തേക്ക് ഇങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവർ കൃഷി നശിപ്പിക്കും. പിന്നെ അത് മാത്രമല്ല കീരികളും പട്ടികളുടെയും മരപ്പട്ടികളുടെയൊക്കെ ശല്യം ഉണ്ടാവും. അപ്പം ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏരിയ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഈ വീടിൻ്റെ ഈ സൈഡും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് ഇവറ്റുള്ള വിഹാര കേന്ദ്രം, ഞാൻ വിഹാര രംഗം എന്നാണ് പറയുന്നത്. കുറേ പേരെന്നെ തിരുത്തിയിരുന്നു, വിഹാര കേന്ദ്രമാണ് ശരി. അപ്പോൾ ഞാൻ നോക്കിയാൽ 4 കുഴി കുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കുഴിയുടെ താഴ്ച നോക്കിക്കോ, ഏകദേശം ഇത്രയ്ക്ക് താഴ്ചയുണ്ട് കേട്ടോ. 4 കുഴി, അതായത് 15 അടി നീളം. ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ ഒരു കുഴി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 അടി നീളത്തില് അതേപോലത്തെ കുഴി ഇവിടെ 4 മൂലയില്. അതായത് 15 അടി നീളം 10 അടി വീതി 150 സ്ക്വയർ ഫീറ്റ് സ്ഥലം. അത്രേ വേണ്ടോ നമുക്ക്? പിന്നെ ഇതിലേക്ക് ഓരോന്നരക്ക് കുഴിച്ചിടാനായിട്ട് 8 അടിയുടെ വാർപ്പിന്റെ കാല്. ഇത് ഒരെണ്ണത്തിന് അതായത് 1 അടിക്ക് 70 രൂപയാണ് ഇതിന്റെ വില. അതായത് 1 അടിക്ക് 70 രൂപ. അപ്പൊ 7-8-56 560 രൂപയാണ് ഒരു കാലിന്റെ വില. അങ്ങനെ 4 കാല് വാങ്ങിച്ചു. ഇനി ആദ്യത്തെ പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുഴിച്ചിടുകയാണ്. കുഴിച്ചിടാൻ പോകണം. പിന്നെ ഇതിന്റെ ചുറ്റും നമ്മളൊരു നെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 6250 രൂപ നെറ്റ്. അത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുവരാം. നല്ല കരണ്ട്, ഇത് ഇരുമ്പിൻ്റെ നെറ്റ്. ആദ്യം നമ്മൾ ഈ 4 കാലുകൾ കുഴിച്ചിട്ടിട്ട് ഇത് സെറ്റപ്പ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലിൽ ഇറക്കുന്ന നല്ല കരണ്ട് ഞങ്ങളിത് ഇടിക്കാൻ പോകണം. ആ സൈഡ് പൊക്കണ്ട, പിന്നെ ഈ സൈഡിൽ തള്ളിയാൽ മതി. തള്ളുമ്പോ മണ്ണ് ഇറങ്ങും. കണ്ട മണ്ണ് പോയി. അപ്പൊ 4 കാലുകൾ കുഴിച്ചുള്ളതാണ് ആദ്യത്തെ കടമ. ഇതിലേക്ക് നമ്മൾ മണ്ണ് ഇറക്കും. ഇത് പെട്ടെന്ന് ഇറക്കി. രണ്ടാമത്തെ തിരിച്ചാ മതി. മതി അങ്ങനെ ഞങ്ങൾ 4 കാലുകൾ കുഴിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതിന് നെറ്റ് ഉണ്ട്, അത് എടുത്തുകൊണ്ടിരാനുള്ള ഒരു പണി. ഭയങ്കര കന നെറ്റ്. അപ്പോൾ ഞാൻ ആ നെറ്റുകൾ എടുത്തുകൊണ്ടിരാം. നെറ്റുകളല്ല, ഒരു നെറ്റ് മാത്രം 50 അടിയുടെ നെറ്റ്. ഈ നെറ്റ് ഇവിടെ കുത്തി ഈ നെറ്റിൻ്റെ അടി, നെറ്റിൻ്റെ ഉയരം 5 അടി. ഇത് 1 ഇഞ്ച് സ്ക്വയറാണ്. ഇതിൻ്റെ വില 6250 രൂപ. 50 അടി നീളേണ്ടതാണ് ഇവർ പറയണത്. അതുകൊണ്ട് നമ്മൾ ചുറ്റും റോളായിട്ട് നമ്മൾ ചില്ലറായിട്ട് വാങ്ങിക്കുമ്പോൾ നഷ്ടമാണ് ഇതിന്. ഇപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് 25 രൂപ വെച്ചിട്ടാണ് അവർ വാങ്ങിച്ചുകൊണ്ടത്. ഒരു സ്ക്വയർ ഫീറ്റിന് 25 രൂപ. നല്ല കനുണ്ട് ഇതിന്. അപ്പോൾ 25 ഇത് അഴിച്ചു കഴിഞ്ഞ സ്പ്രിങ് പോലെ വരുമോ ഷിപ്പിയ? ഇത് നമ്മുടെ കോഴിക്കൂടിന്റെ നെറ്റിനേലും കനുണ്ട്. ഇത് ഇത്ര കനുള്ളത് വേണോന്നൊരു സംശയം ആളുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ശരിയാ. അപ്പൊ ഇത് ഇങ്ങനെ നിവർത്തേണ്ട ആവശ്യമില്ലായിരുന്നില്ല. ഇതായി അപ്പൊ ഇതിനെ കുത്തനെ ഞാനൊന്ന് കുത്താൻ പോവാണ്. അല്ല
ഇതിപ്പോ ഞാനൊന്ന് പൊതിയാൻ പോകണം കേട്ടോ അതിനെ ചുറ്റും. വെറുതെ ഒരു ബലത്തിന് ഒരു കെട്ട് കിട്ടും. അത് ഞങ്ങളെ തിരിഞ്ഞ് പൊട്ടും. അടിച്ചൊരു കെട്ട് കിട്ടും. തിരിക്കാൻ പറ്റും. ഒരു മിനിറ്റ് ഞാൻ പൊക്കി തരാം. ജാതി പണിയാ സാധനത്തിന് നിർത്തണങ്ങിയ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചില്ല. അവിടെ ഇങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ പരസ്പരം സഹായിച്ച് ചെയ്യുന്നതാണ് പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരാം. പണ്ട് കാലത്ത് മറ്റൊരു സഹായിക്കുന്ന മനസ്സിൽ മനുഷ്യന്മാർ കൂടുതലായിരുന്നു. അത് ഇവിടെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി ഇപ്പം ആർക്കും അങ്ങനെ സഹായിക്കാനൊന്നും പോലും അവർക്ക് അങ്ങനെ തോന്നണമൊന്നും ഉണ്ടാവില്ല. മര്യാദയ്ക്ക് ഒരു ഇതിൽ ഇരിക്കണ്ടായിരുന്നു ഞങ്ങളെ വിളിച്ച്. കോഴീനെ പിടിച്ചിടുമ്പോഴേ കോഴീടെ അടുത്ത് പറയാ ഇത്ര വലിയ അതിന്റെ കോഴിയെ പടപട അഞ്ച് മുട്ടയിട്ടോളാൻ. അല്ലെ ഞങ്ങള് പടക്കം പൊട്ടിയും. അല്ലെങ്കിൽ മുതലാവില്ല എന്ന് പറയാല്ലേ. ആ ഭയങ്കര എളുപ്പാ. അങ്ങനെ കോഴിക്കോട് ഞങ്ങളെ കൊണ്ടുപോകണം. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഷിബുവിന്റെ ഭാഗത്ത് വെയിറ്റ് കൂടുതലാവും. അയ്യോ വേണ്ട, ഏതെങ്കിലും ഒരു അരുത്തിക്ക് വെക്കി. കോഴിക്കോട് ഇങ്ങനെ വെക്കാൻ തീരുമാനിച്ചു. സെന്ററിലാണ് വെച്ചിട്ടുള്ളത്. ഞങ്ങളിതിന്റെ പേര ഇവിടെ ശരിയായിട്ടില്ല. ആ ശരിയായി വെച്ചോ. സെറ്റായി. അവസാനത്തെ കൺകൂറ്റം എന്താ പറയാ, കണ്ടുകൂടി പെട്ടെന്ന് ചെയ്താൽ മതി. അവന് വേദന എടുക്കില്ല. കയറുണ്ട് കേട്ടാ. കാട കണ്ണൻ അവിടെ. ഈ സാധനം കുഴപ്പമില്ല ചേട്ടാ. ഫസ്റ്റ് ദിവസം ഇവിടെ വരെ ഞാൻ പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് കോഴികളെ കൂട്ടിലാക്കി. രണ്ടാമത്തെ ദിവസം ഇതാണ്ട് മുറിച്ചെടുത്തു. ഇവിടെ നിന്നൊരു പീസ് ഉണ്ട്, വാതിൽ പണിയാൻ പോണു. വാതിൽ കേട്ടാ ഞാനൊരു മുറിച്ചെടുത്തു. മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുറിക്കുന്നത് ഞാൻ കാണിച്ചില്ല. അത് ഈ സാധനം കൊണ്ടാണ് മുറിച്ചത്. അതായത് എനിക്ക് കാണിച്ചു തരാം. മുറിച്ചത് ഈ സാധനം കൊണ്ടാണ്. ഇതാണ് സ്വർണം കട്ടീന. ഇതാണ് ഇതുകൊണ്ട് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒറ്റ കാണിക്കാന്ന് കഴിഞ്ഞാൽ ഈ സാധനം മുറിയും. അങ്ങനെ ഇതുകൊണ്ട് മുറിച്ച് ഇവിടെ എടുത്തു. ഇനി അടുത്തത് വാതിൽ പണിയാൻ പോകണം. വാതിൽ പണിത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാല് കുത്തണം. അത് ഇത് വാതിൽ പണിത് കഴിഞ്ഞിട്ട് അനുസരിച്ചാണ് ഈ കാല് എവിടെ കുത്തണമെന്ന് കറക്റ്റായിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വാതിൽ പണിയാൻ പോകണം. കോഴിയിലെ കടന്നു പോകാണ്ടിരിക്കാനായിട്ടൊരു താൽക്കാലികമായി ഒരു തടസ്സം വെച്ചോണതാ. വാതിൽ പണിയുന്നത് തൊഴുത്തിൻ്റെ ഉള്ളിലിട്ടിരുന്ന പണിയുണ്ട് കേട്ടാ. തൊഴുത്തിലൊന്നുമില്ല. പഴയ പട്ടികൾ കൊണ്ടിട്ട് നമ്മൾ വാതിൽ സെറ്റ് ചെയ്യുന്നുണ്ടാ.
നടുവിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കണ്ടേ? അത് അപ്പുറത്താവൂല അടിക്കുക. വാതിൽ നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യും. ഇനി ഇവിടെ ഒരു കാലുണ്ട്, ഒരു വാർപ്പ് കാലും കൂടി വയ്ക്കണം. ഇവിടെ കുഴി കുത്താൻ പോവാൻ ഇങ്ങനെ മാറ്റി വയ്ക്കാം. അടയാളപ്പെടുത്തി വാർപ്പ് കാലം തോണ്ടിട്ട് കേട്ടാ. നല്ല കനുണ്ട്, കമ്പി വേലിയിലെ വാർപ്പ. ഇതിനധികം വിലയില്ല കേട്ടോ. അതിന് 35 രൂപ ഒരടിക്ക് 35 രൂപ, 180 രൂപ വില ഇതിൻ്റെ വില. കുഴി കിട്ടുന്നുണ്ട്. പാറ പോലുള്ള സ്ഥലമാണ്. ആ കാർഡ് കിട്ടി. അത് ക്രിസ്മസ് കാർഡ് അയച്ചതാ, കാനഡയിൽ നിന്ന് വന്നിട്ടുള്ളതാ. കുറച്ചു നേരം ഇത്തിരി വെള്ളം ഒഴിച്ചിടണം, നല്ല താട്ടെ കമ്പലച്ചു. നമ്മുടെ താഴ്ചയില്ലേ മതിട്ടാ, ഏളാങ്കേരില്ലേ, അതിന് കുഴപ്പം. ഇതിന് മൂർച്ചയിരിക്കണ്ട, സാരത്തി വീതിയുള്ളതാണെങ്കിൽ ഇത്രയ്ക്ക് താഴ്ച മതി. അയ്യോ, ഞാൻ കൈ ചുരുട്ടി പിടിച്ചില്ല അടിയിൽ. ഇത്രയ്ക്ക് താഴ്ചയുണ്ട്. കാല് വയ്ക്കാൻ പോണം. ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് കീരിശല്യം അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇതുപോലത്തെ കനം കുറഞ്ഞ ഈ കാല് ഇപ്പം നമ്മൾ കുഴിച്ചിട്ടില്ലേ, ഇങ്ങനത്തെ കാല് വെച്ചാൽ മതിയാവും. മാത്രമല്ല ഈ നെറ്റ് ഉപയോഗിച്ചാലും മതിയാവും. ഈ പച്ച നെറ്റ് ഇതിന് നല്ല വില കുറവാണ്. നമ്മുടെ ഇത് മുന്നത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പൊളിച്ച് ചിറ്റി വെച്ചേക്കത്. ഇത് തീരെ കനല്ല. ഇത് പൊളിച്ചിട്ടാണ് ഈ കീരികളും പട്ടികളൊക്കെ കടന്നോടുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കുറേ കോഴികളെ നമ്മുടെ പിടിച്ചുകൊണ്ട് പോയി. നല്ല വലുപ്പമുള്ള കോഴികളായിരുന്നു. അപ്പോഴാണ് പിന്നെ ഇങ്ങനത്തെ ആക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒന്നും ശല്യമില്ലാത്തവർക്ക് ഇങ്ങനത്തെ ചെയ്താൽ കേട്ടോ. അപ്പോൾ വളരെ ചിലവ് കുറവിൽ ചെയ്യാൻ പറ്റും. ഈ കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലുക്കത്തിൽ മോഹൻലാൽ പറയണ പോലെയാണ്, പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൃഷി മുഴുവൻ നശിപ്പിക്കും. കൂട്ടിലിട്ട് വളർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീറ്റ കൊടുത്ത് മുടിയും. മാത്രമല്ല അങ്ങനെ വാങ്ങണ തീറ്റ കൊടുത്തിട്ട് വിറ്റുകളെ വളർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഒരു ചരടിട്ടിട്ട് വിയാവിലി ഫിറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഒരു ചരട് അങ്ങനത്തെ കമ്പി വാങ്ങിക്കാൻ കിട്ടും. ജഗ്ഗു കോഴിക്കുട്ടികളെ ഓടിപ്പിക്കണ്ട. നമ്മുടെ ഗേറ്റ് ശരിയായി, ഇത് ശരിയായി. ഇനി മോൾ വശം ഒരു മറ്റേ പച്ചക്കറിയുടെ നെറ്റുണ്ട്, വല മുന്നിട്ടുടന്നതാണ്. ഈ വല മോളിലിടും. അതിനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ വലയില്ലേ, ഈ വല ഇതിൻ്റെ മുകളിൽ ഇടണം. അപ്പോൾ പിന്നെ കാക്കകൾ അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊന്നും വരില്ല. അതിൻ്റെ ഒരു പണിയാണ് നടക്കുന്നത്. പിന്നെ മാത്രമല്ല നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പടർത്താൻ പോവുക. അപ്പോൾ കോഴികൾക്ക് നല്ല തണലായിരിക്കും.
പച്ചക്കറി വിലയാണിത്, പച്ചക്കറിയുടെ വിലയാണിത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിയോടെ പാഷൻ ഫ്രൂട്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികൾ ഞാൻ എടുക്കും. നമ്മളിങ്ങനത്തെ വള്ളികളുകൊണ്ട് ഈ സാധനത്തിന് നമ്മളിപ്പോൾ ഇതിൻ്റെ കോണിയാണ് പണിയാൻ പോകുന്നത്. കോണി പണിയിലും ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു വാള് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മുന്നിൽ കോഴിക്കോട് പണിതപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് 150 രൂപ. ഇതൊക്കെ മുറിക്കാൻ വളരെ ഈസിയാണ്. മുറിച്ചു നമ്മൾ കോണി അടിക്കുന്നത് അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളത് ഇങ്ങനത്തെ ഒരു കോണി പണിതു കേട്ടോ. ചെറിയ കുഞ്ഞു 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 ഇതുകളായിട്ട് സിമ്പിൾ സാധനം. അടിയിൽ കോഴികളുടെ കാട്ടം വീഴാനായിട്ട് ഷീറ്റുണ്ട്, ഒരു ഷീറ്റ്. അത് നമുക്ക് മാറ്റാം ആവശ്യത്തിന് എടുത്തിട്ട്. ഇപ്പോൾ ഇതിന് മൊത്തം ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇതാ ഇങ്ങനത്തെ 5 കാലുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2250 രൂപ, മറ്റൊരു കാലിന് 180 രൂപ, ഈ നെറ്റിന് 6250 രൂപ. പിന്നെ ഈ വലയ്ക്ക് തുച്ഛമായ കാശുള്ള 200 രൂപയുണ്ട്. ഇത് മുന്നേ വീട്ടിലുണ്ടായത് കാരണം ഇതിൻ്റെ ചിലവ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ കുറച്ച് ആണി അത് ഇതൊക്കെ വന്നിട്ടുള്ളൂ. ഇനി ഇവിടെ വീട്ടിലേക്ക് വെള്ളം കുടിക്കാനുള്ള ഇതുപോലത്തെ ഒരു പൈപ്പ് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഇപ്പം ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ. ഇങ്ങനത്തെ വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാലേ അഴുക്കാവില്ല വെള്ളത്തിൽ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതിലൊക്കെ ഞങ്ങൾ മണ്ണാക്കും. കുറച്ച് കഴിഞ്ഞാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മണ്ണാക്കും. ദേഷ്യം വന്നിട്ടൊന്നുമല്ല, എന്താണെന്ന് അറിയില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ വെള്ളം അതിലൊക്കെ മണ്ണും അഴുക്കാക്കും. അഴുക്കില്ലാണ്ട് നല്ല വെള്ളം. അപ്പം ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനം ഇങ്ങനത്തെ തന്നെ വാങ്ങാൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിങ്ങനെ ഏതെങ്കിലും ഒരു അരുഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനുള്ളത്, അതുപോലെ തീറ്റ കൊടുക്കാനുള്ള ഒരു പൈപ്പും അങ്ങനെ ചെയ്യാനുള്ള PVC പൈപ്പ് നടു ഇങ്ങനെ പൊളിച്ചിട്ടേ ഇതേപോലെ തന്നെ ഈ സാധനല്ലേ ഇതുപോലത്തെ വാങ്ങിക്കാൻ കിട്ടും. പോയി പുറത്തേക്ക് നമ്മള് ഡോർ അടച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാഷൻ ഫ്രൂട്ട് പടർത്തിട്ട് ഇതിൻ്റെ മോളിയോടെ ആകെ പടർത്തും. അപ്പോൾ ഇവർക്ക് നല്ല തണൽ കിട്ടും. വേനൽക്കാലത്ത് ചൂടെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലേ, അപ്പോൾ കോഴികൾക്ക് നല്ല സുഖമായിരിക്കും. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് അപ്പോൾ അത് നമുക്ക് മെല്ലെ ക്രമേണ കാണാം ഞാൻ ചെയ്യുന്നത്. ഇത് നട്ടിട്ട് വലുതായിട്ട് വേണ്ട. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൗകര്യം നിങ്ങൾ കോഴികൾക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. സ്ഥലം വളരെ കുറവുള്ളവർക്ക് പറ്റില്ലേട്ടാ, കുറച്ച് സ്ഥലം ഉള്ളവർക്ക്. ഇതിപ്പോൾ 1.5 സെന്റ് അല്ല 150 സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ് സ്ഥലം ഇതിന് വന്നുള്ളത്. അതായത് 1 സെന്റ് എന്ന് പറഞ്ഞാൽ അതായത് 1 സെന്റിന് 1/3 ഭാഗം കേട്ടാ. അത്ര കറക്റ്റ് 435 സ്ക്വയർ ഫീറ്റ് ആണ് 1 സെന്റ് കേട്ടാ. എത്രയെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.